ഇറങ്ങുന്നുണ്ട്, ഞാൻ മുങ്ങിപ്പോകും ഇതിനകത്ത്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്ക്. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കുളം ഫുള്ള് വറ്റിച്ച് അടിയിൽ ഫുള്ള് ചെളി, അതുപോലെ തന്നെ കുളത്തിന് ഒരു ലീക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകും, നമ്മുടെ ഈ ഒരു കുളം നമ്മൾ ഫുള്ള് റീവർക്ക് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ ഒന്നും കൂടെ ഈ ഒരു കുളത്തിന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെവലിൽ കട്ട വെച്ചിട്ട് നമ്മുടെ കുളത്തിനെ ഒന്നും കൂടെ പൊക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് കുറച്ച് സിമെന്റ് കൂട്ടിയിട്ട് ഈ ഒരു സൈഡിൽ ഫുള്ള് കട്ട വെക്കാം കേട്ടോ. നമ്മളങ്ങനെ സിമെൻറ്റൊക്കെ കൂട്ടി കട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 ചട്ടിക്കകത്ത് പരിക്കിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, അളവ് പിടിച്ചിട്ട് നൂലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടയുടെ പൊക്കത്തിൽ നമ്മൾ നമ്മുടെ കുളത്തിനെ ഒന്നും കൂടെ പൊക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ കുളത്തിൻ്റെ അപ്ഡേറ്റ് കഴിയുമ്പോഴേക്കും ഈ ലെവലിൽ വെള്ളം കാണും കേട്ടോ. ഏകദേശം ഒരടിയും കൂടെ നമ്മുടെ കുളത്തിൽ വെള്ളം കൂടും. ഇതേ കറക്റ്റ് സമയത്ത് ചേച്ചി ഞങ്ങൾക്കുള്ള ദാഹജലമായിട്ട് നിൽക്കുന്നു. നമ്മൾ പണി തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. നമ്മുടെ പണി ഏകദേശം തീരാറായിട്ടുണ്ട്. നമ്മളൊരു 3/4 ഭാഗം വെച്ച് തീർത്തു. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ ഫുൾ ഇങ്ങനെ വെക്കും, എന്നിട്ട് സൈഡൊക്കെ പോയിന്റ് ചെയ്യും. മേസ്തിരിമാരും കട്ട കെട്ടാൻ അറിയാവുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഒന്നും പറയരുത്. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നില്ല. നമ്മളങ്ങ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങ് കെട്ടുന്നു. നമുക്കിത് പെട്ടെന്ന് കെട്ടി തീർക്കാം. എന്നിട്ട് നമ്മൾ ഇന്ന് തന്നെ പടുത ഇടും. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. നമ്മൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, നമ്മൾ ഒരു കട്ട വെച്ചിട്ട് നമ്മുടെ കുളത്തിനെ ഫുള്ള് പൊക്കിയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ചേച്ചി ഇരിക്കുന്ന സ്ഥലവും ഇതുണ്ട്, നമ്മുടെ കുളത്തിൻ്റെ ഏകദേശം ലെവലാണ്. ഇതിൻ്റെ മേളിൽ ഒരു കട്ടയും കൂടെ വരും. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. നമ്മൾ എന്നെടുക്കാൻ പോയി വെച്ചാൽ നമ്മൾ ഇറങ്ങി ചെളി കോരാൻ വേണ്ടി പോകണം. ഈ ചെളി മൊത്തം കോരണം കേട്ടോ. ചെളി കോരുന്നത് എന്തിനാണെന്ന് ഞാൻ പറയാം. നമ്മൾ ഇനി ഇപ്പോൾ നമ്മുടെ കുളത്തിൽ ഇങ്ങനെയല്ല ചെളി ഇടുന്നത്, നമ്മൾ വേറെ രീതിക്കാണ് ചെളി ഇടുന്നത്. അതെങ്ങനെയാണെന്ന് പറയാം. അതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങട്ടെ. എടാ, നീ വരുന്നുണ്ടോ ഇറങ്ങാൻ? വാടാ, ഇറങ്ങി ചെളി കോരും. വാടാ, എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയട്ടെ. നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ. ഞാൻ ഉമ്മ കൊടുത്തു എല്ലാവർക്കും. ഒരു ഉമ്മ എടുത്തു. ഇവിടെ ഇരുന്ന് പ്രാവിനെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയാലോ. ചെരുപ്പിട്ട റിസ്ക് ആണ്, അതുകൊണ്ട് നമ്മൾ ചെരുപ്പിടുന്നില്ല. ഇത് കണ്ടോണം കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ കുളം ഭീകരമാണ്. അതായത് 7 അടി മേളിൽ താഴ്ചയുണ്ടല്ലേ. ഞാൻ കാണിച്ചു തരാം. ഇല്ല, കയറാൻ പറ്റും. ഇതേ പിടുത്തം കിട്ടും. ജിനാജിനെ ഇറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ജിനാജ് അടിയിലത്തെ പിടിക്ക്. ഇനി ഇത് കണ്ടല്ലോ,
ഈ ചെളി മൊത്തം നമുക്ക് കോരി ഒരു സൈഡിലേക്ക് ഒതുക്കണം. അതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ പണ്ടത്തെ കുറെ മണലൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കുറെ മണൽ ഇതിനകത്ത് ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആമ്പൽ നടാനായിട്ട് നമുക്കൊരു പരിപാടിയാണ് അല്ലേ വെച്ചാൽ ആമ്പൽ നടാനായിട്ട് നമ്മൾ ഈ ചെളി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പോകണം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം പപ്പയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മമ്മട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിനോചാച്ചനാണെങ്കിൽ ഈ ഒരു വെള്ളം ഫുള്ള് കോരി മേളിലേക്ക് കൊടുക്കും. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ കുളത്തിൽ ഈ ചെളീനെ മൊത്തം ആമ്പൽ വെക്കാൻ പരുവത്തിന് ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കുളത്തിൽ ഇനി ഇതുപോലെ ചെളി ഇടുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ചെളീനെ ഫുൾ ആ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നമ്മൾ ഈ ചെളി കളയുന്നില്ല. നമ്മൾ ഈ ചെളീനെ മേളിലിരിക്കുന്ന ആ ഒരു ഡ്രം കണ്ടോ, ഒരു വാട്ടർ ടാങ്കും ഉണ്ട്, ഒരു ഡ്രമ്മും ഉണ്ട്. ഇതുപോലെ 3 വാട്ടർ ടാങ്കിലും ഡ്രമ്മിലുമായിട്ട് നിറയ്ക്കും. അതിനുശേഷമാണ് നമ്മൾ അതിനകത്ത് ആമ്പൽ വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉണ്ടല്ലോ പെട്ടെന്ന് ഈ ചെളീനെ കോരാവേ. ഉണ്ടല്ലോ ഞാനും ജിനോജിനും കൂടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സൈഡിലെ ചെളീനെ മൊത്തം പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ ആ 3 ഡ്രമ്മിൽ നമ്മൾ കുറച്ച് ചെളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി കാണുന്ന ചെളി ഫുള്ള് നമ്മൾ ഈ ഒരു ഡ്രമ്മിൽ എടുത്ത് ഫില്ല് ചെയ്യും. അതുപോലെ നമുക്ക് ഒരു ടാങ്ക് കൂടെ ഉണ്ട്, അതും കൂടെ ഫില്ല് ചെയ്യും. അത്ര ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇഷ്ടം പോലെ ആമ്പലും ചെടികളൊക്കെ വെക്കാണ്ട് വരും. പിന്നെ നമ്മൾ മീനുകൾക്ക് ബ്രീഡിങ്ങിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പടുത ഇടാം അല്ലേ. അങ്ങനെയുണ്ടല്ലോ 5ാമത്തെ ദിവസം നമ്മുടെ പടുത വന്നിട്ടുണ്ട്. ഈ ഒരു പടുതയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. നമ്മൾ ഇതിനു മുമ്പ് ഇട്ടതിനേക്കാളും കുറച്ച് ഹെവി സാധനമാണ്. അപ്പോൾ സംഭവം നമ്മൾ ആദ്യമേ കിളിക്കൂടിന്റെ അകത്തേക്ക് കയറുകയാണ്. 5 ദിവസം 6 ദിവസം ഒരാഴ്ച മേഖല നമ്മൾ പണി തുടങ്ങിയിട്ടല്ലേ. ഇനി ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ഇനിയും മിക്കവാറും ഒരാഴ്ച എടുക്കും ഇതിന്റെ പണി തീരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവനെ എടുത്ത് കിളിക്കൂടിന്റെ അകത്തേക്ക് കയറ്റുവാണ്. ഞാൻ പിടിക്കാതെ ഇനിയും മിക്കവാറും ഒരാഴ്ചയും കൂടി എടുക്കുമായിരിക്കും നമ്മുടെ കിളിക്കൂടിന്റെ പണി തീരാനായിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ ടാങ്കിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടല്ലോ നമ്മൾ ചെളിയെല്ലാം മാറ്റിയിട്ടൊക്കെ ഉണങ്ങിയതുണ്ടോ, ഇവിടേക്ക് ഈ സൈഡ് ഉണങ്ങി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പടുതിയിട്ട് ആ സൈഡിലേക്കാണ് പോകുന്നത്. അതിനകത്ത് ആ കാണുന്ന ചെളി ഫുള്ള് നമ്മൾ നമ്മുടെ ഡ്രമ്മിനകത്ത് എടുത്ത് വെക്കണം. അപ്പോൾ ഒരു ഡ്രമ്മും കൂടി ഇല്ലേ. ഈ ഒരു ടാങ്ക് എന്താണെന്ന് ഇത് ആക്ച്വലി പൊട്ടിയൊരു ടാങ്കാണ് കേട്ടോ. പണ്ട് നമ്മുടെ അരാപ്പായ്മ അടിച്ച് പൊട്ടിച്ചൊരു ടാങ്കാണ് ഇത് കണ്ടോ. അതിന് അടിയിലൊരു തുളയുണ്ട്. ഈ ഒരു ടാങ്കിനകത്തേക്ക് നമ്മൾ ചെളി കോരിയിട്ടിട്ട് അതിനകത്ത് ആമ്പൽ വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടാങ്കിനകത്ത് കയറ്റണം. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഈ ഒരു സംഭവമായിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും, കിളികളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണേ നമ്മളിങ്ങനെ വീശിക്കൊണ്ട് വെക്കും. അപ്പോൾ ഇവന്മാരൊന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പപ്പയും ചിലവാശോടെ ടാങ്ക് അകത്ത് വരും. കേട്ടോ ഞാനിവിടെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ആരും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ശോഭ കുറയ്ക്കുന്നതുകൊണ്ട് പിന്നെ അധികം കിളികളൊന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ല. അപ്പോൾ ആരും വരുന്നില്ല. ഇനി ഇങ്ങോട്ട് ഇട്ടോ ആ ഇട്ടോ അടച്ചോ ഉറപ്പടെ അടച്ചോ. ആ അപ്പോൾ ഇറങ്ങുന്നത് സെയിം ഞാനും ജിനോചാച്ചനോടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങിയാലോ. ഫസ്റ്റ് ജിനോചാച്ചൻ ഇറങ്ങാൻ വേണ്ടി പോവാണ്. സമയം ഇപ്പോൾ 2 മണിയാണ് കേട്ടോ. ഏറ്റവും വെയിലിൻ്റെ സമയമാണ്. പക്ഷെ നമ്മൾ മേളിലൊരു പടുത ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുളത്തിനകത്ത് വെയിലില്ല. ജിനോചാച്ചൻ ഇറങ്ങിയിട്ട് നമ്മുടെ കുളത്തിൻ്റെ താഴ്ച കാണിച്ചേ. ഇങ്ങോട്ടേ ജിനോചാച്ചൻ്റെ ഈസി ആയിട്ട് പോകും. കാരണം നേരത്തെ ഇവിടെ മുങ്ങത്തില്ലായിരുന്നു, ഇപ്പൊ ഇവിടെ മുങ്ങും. ജിനോചാച്ചന്റെ ഒരടി മേളിൽ വെള്ളമുണ്ട്. അപ്പൊ ഏകദേശം 7-7.5 അടി ഇതുണ്ടോ. ഇവിടെയൊക്കെ ആകുമ്പോൾ 2 അടി അടിച്ച് മേളിൽ വെള്ളമുണ്ട് കേട്ടോ. അങ്ങനെ പകുതി ഏരിയ നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്, ഫുൾ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ടാർപ്പിക്കുള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 3 വർഷമായി ഇട്ടിട്ട് ഇതുണ്ടോ, ഇത് വെള്ളത്തിനടിയിൽ തന്നെ കിടന്ന സ്ഥലമാണ്. ഇതുണ്ട് ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെയൊക്കെ ചെറിയ ഹോൾസ് ഉണ്ട്. അങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഇതുണ്ടോ. ഇതൊക്കെ ശരിക്കും പറയാൻ കൈ കൊണ്ടൊന്ന് കുത്തി കഴിഞ്ഞാൽ കീറി പോകും. ഇതുകൊണ്ടാണ് ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ.
ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ കുളം വറ്റാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ അന്ന് നമ്മൾ ഇട്ടപ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞത് എനിക്കിത് 120-ൻ്റെ ആണെന്ന് തോന്നുന്നു നമ്മൾ ഇട്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്നത് അതിനേക്കാളും കൂടിയാണ്, ഏറ്റവും കൂടിയ പടുതയാണ്. അതേതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ മീൻകുളം ഉണ്ടാക്കാനായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും യൂസ്ഫുൾ ആകും. പടുതാക്കുളം ഉണ്ടാക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല ടാർപോളിൻ ഏതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ആ അറിയുന്നത് ഉണ്ട് കേട്ടോ. ഓക്കെ 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 പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ പടുത എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഇടുന്നത് നമ്മൾ കാണിച്ചു തരാം. നമുക്കറിയത്തില്ല. അങ്ങനെ ഇത്ര ഏരിയ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പടുത ഇടാൻ വേണ്ടി പോവാണ്. നമ്മൾ എങ്ങനെയാണ് ഇത് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഹൈറ്റ്. ഇതുണ്ടോ, അത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി കാണാൻ പറ്റത്തില്ല. ഏകദേശം ഈ ഒരു ഹൈറ്റിലാണ് വെള്ളം വരുന്നത് കേട്ടോ. ഇത്രയും പൊക്കത്തിൽ വെള്ളം വരും. അപ്പോൾ ഇതിനാവശ്യം നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിപ്പോകും കേട്ടോ. ആ ഒരു ഏരിയയിലേക്കാണ് നല്ല താഴ്ച വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പടുത ഇടാം. ഇത് കണ്ടല്ലോ, നമ്മൾ ഇതിനകത്ത് ടാങ്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ചെളി മൊത്തം ഈ ഒരു ടാങ്കിലേക്ക് മാറ്റും. അതാകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ ആമ്പൽ വളർത്താനായിട്ട് പറ്റും. വളഞ്ഞ് മൂക്കപ്പെടുത്തമാണ് ആക്ച്വലി, പക്ഷേ അതേ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ പലതും പയറ്റി നോക്കി. നമുക്ക് ശരിക്കും പറയാം ചുമ്മാ കുളം ഉണ്ടാക്കിയിടുന്നുള്ള, നമുക്ക് അതിനകത്ത് കുറേ പായലും ചെടി ആമ്പലും ഒക്കെ വളർത്തിയൊരു നാച്ചുറൽ ഹാബിറ്റായിട്ട് പോലെ ആക്കാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പണി മൊത്തം എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെളി കോരാൻ വേണ്ടി പോകണം കേട്ടോ. ചെളി ഫുള്ള് കോരി ഒന്ന് നിറയ്ക്കാൻ വേണ്ടി പോകണം. നേട്ട കണ്ടല്ലോ. അപ്പോൾ ഏകദേശം 1-2 മണിക്കൂർ, 2 മണിക്കൂറൊന്നുമില്ല, 3 മണിക്കൂർ നമ്മൾ ചെയ്തിരിക്കുന്ന ചെളിയെ മൊത്തം കോറ്റ് ചെയ്തിട്ടുണ്ടോ. 3 ഡ്രമ്മിനകത്ത് വെച്ചിരിക്കുവാണ്. ഇതിനകത്ത് നമ്മൾ ഫുൾ ആമ്പലും താമരയൊക്കെ വെച്ച് നിറയ്ക്കും. അപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പോയതാണല്ലോ, വെള്ളം നിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിറഞ്ഞു വരുന്ന ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു ചുളുക്കമൊക്കെ മാറ്റി നമ്മുടെ ടാങ്കിനെ മാക്സിമം ഇറങ്ങണ്ട. ഞാൻ ഇവിടെ നിൽക്കണം. നല്ല സുഖമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. നമ്മൾ വെള്ളം ഈ വരുന്ന അനുസരിച്ച് നമ്മളിത് ഫുള്ള് ഇങ്ങനെ തിക്കി വിടും കേട്ടോ. വെള്ളം ഏതായി പെട്ടെന്ന് നല്ല ഫാസ്റ്റായിട്ട് നിറയുന്നുണ്ട്. അതുപോലെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ തണുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഭയങ്കര തണുപ്പ് വെള്ളത്തിന്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഞാൻ വന്ന് താഴത്തെ മേടിച്ച പണിയാടി എന്നവാ ഈ ഭയങ്കര തണുപ്പുണ്ടോ? ചുമ്മാ ഇതിനകത്ത് നടന്നാ പോരെ, വെള്ളത്തിൽ കൂടെ നടന്നാ പോരെ, ചുമ്മാ നടന്നാ പോരെ. പണിയുണ്ട്. ഇത് ടാസ്ക് ആണ് കേട്ടോ, ഫുള്ള് ടാസ്ക് ആണ്. ഇത് വേന എടുക്കത്തില്ല. ഇപ്പോൾ ഭയങ്കര തണുപ്പ്. നിങ്ങൾ നമ്മുടെ കിണറ്റിലെ വെള്ളം പോലെ അല്ല, ഭയങ്കര തണുപ്പ് വെള്ളം. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഞാനും ജിനോജനും കൂടെ നമ്മുടെ പടുതയുടെ ചുളുക്കം നീക്കി വിടാൻ വേണ്ടി പോകണം. ജിനോജ ചെയ്യേണ്ട എത്ര ഉള്ളൂ. ഇതുണ്ടോ നിറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇവിടെ നിറഞ്ഞില്ലേ. അപ്പോൾ ഇവനെ ഇവിടെ ഇങ്ങനെ ചേർത്ത് വെക്കാം. ഈ മേലോട്ട് ഇപ്പോൾ ഇതുണ്ടോ ഇങ്ങോട്ട് പോകുമ്പം ഇവിടുന്ന് ഇങ്ങനെ ചേർത്ത് വിടുക. ഓ എന്ത് തണുപ്പ് വെള്ളത്തിന്. എനിക്ക് ഇത്ര തണുപ്പ് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കരമാണ്. ഈ വെള്ളത്തിൽ ഇറങ്ങി കിടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ല അവനെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് അറിയാം. ഒരു 2 ഇഞ്ച് വെള്ളം ആകുവാണെങ്കിൽ ഓക്കെ.
2 അടി വെള്ളമാവുകയാണ്. നമ്മളങ്ങനെ ഉണ്ടല്ലോ ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് കറക്റ്റ് ചെയ്ത് വിടുവാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാലമാണോ, അതായത് കിണറ്റിലൊന്നും വെള്ളമില്ല. അപ്പോൾ നമുക്ക് നിറയ്ക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 ദിവസമെങ്കിലും വേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു 40,000 ലിറ്ററെങ്കിലും വെള്ളം കൊള്ളുമായിരിക്കും കേട്ടോ. മാക്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെറിയൊരു ചോദ്യം കേട്ടോ. അതായത് നമ്മുടെ കുളത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 21 അടിയാണ്, വീതി എന്ന് പറയുന്നത് 16 അടി, താഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 7 അടി. അപ്പോൾ ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ള് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി അതുകൊണ്ട് തീരത്തില്ല. അങ്ങനെയുണ്ടല്ലോ നമ്മൾ മണൽ ഫുള്ള് കോരിയിട്ടു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകും, നമ്മുടെ ആമ്പലെടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ മീനുകളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ അരാപ്പയ്മയുടെ പുതിയ കുളം. അരാപ്പയ്മേനെ ഇങ്ങോട്ട് മാറ്റുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ കുളം ഇപ്പോൾ കാണിക്കുന്നില്ല. കുളം കാണിക്കാൻ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഒന്ന് ആമ്പലെടുക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ അരാപ്പയ്മയുടെ പുതിയ കുളം. ഇത് നമുക്ക് ഫുള്ള് അതിൻ്റെ പണി തീർന്ന ഉടനെ നമ്മൾ ഇതൊരു അടിപൊളി സാധനമായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു ഈ സൈഡിൽ റോക്ക് വെച്ചിട്ട് സാധനം ഉണ്ടാക്കിയിട്ട് വെള്ളച്ചാട്ടം വെക്കുവാണെങ്കിൽ രസമായിരിക്കും. അങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ നിങ്ങൾ ഫുള്ള് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആമ്പലിനെ ഫുൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ ആമ്പലിൻ്റെ മെയിൻ ചോട് കേട്ടോ. ഇത് ചെറുതാ, നമുക്ക് ആദ്യം വെളിനെ കൊണ്ടുപോകാം രാജാ. ഇതുകൊണ്ട് ഇത് മൊത്തം അമ്മ തിന്നു തീർത്ത് വേരും ഇലയൊക്കെ. പക്ഷേ ഇതിൻ്റെ കിഴങ്ങുണ്ട്. ഈ കിഴങ്ങിൽ ഇനിയും ആമ്പൽ പൊട്ടിക്കെളുത്തോളും. 1, 2, ഇതാണ് 3ാമത്തെ ആമ്പൽ കേട്ടോ. 3 ആമ്പലാണ് നമുക്കുള്ളത് കേട്ടോ. കൊണ്ടുവന്നപ്പോൾ എന്ത് വലുതായിരുന്നു അല്ലേ. എല്ലാ ആമ്പന്മാർ തിന്നു തീർത്ത്. റെഡിയല്ലേ. അങ്ങനെ നമ്മൾ ആമ്പൽ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇറങ്ങുമ്പോൾ അറിയാം എന്തോരം വെള്ളമായെന്ന്. ഗ്യാസ് കുറവാണ്. ഇത് കണ്ടല്ലോ ഇത്രയും വെള്ളമായി. ഏകദേശം എൻ്റെ മുട്ടിന് മേളിൽ വെള്ളമുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പടുതേനെ ഒന്ന് വലിച്ച് സെറ്റാക്കണം. ഏറ്റവും നല്ല ചോടിങ് എടുത്താൽ ഇത് ചെറുതാണോ? ഇത് പക്ഷെ നല്ല ചോടാണ് കേട്ടോ. ഇതുണ്ടല്ലോ 1. ഇതാണ് ഏറ്റവും വലുതല്ലേ. ഏറ്റവും വലുത് ഇത് ഇവിടെ നടത്തേ. നമ്മൾ ആമ്പലിനെ എടുത്ത് ഇത് എങ്ങനെ നടുവെന്നൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനൊക്കെ എടുത്ത് ഇതിനകത്ത് വെക്കുക. അതിനുശേഷം കൈ കൊണ്ട് തന്നെ മാക്സിമം കുഴിപ്പിച്ച് താത്തി വെക്കുക. ഇത്രയും പോരെ. ഇനി അടുത്തടുത്ത് വെക്കട്ടെ. ഇതിങ്ങി കൊണ്ടുപോവാ. മറ്റേനെ ഇവിടെ കൊണ്ടുവെക്കാം. നമ്മുടെ ഇവിടെ ടാങ്ക് ഇവിടെ മുങ്ങിപ്പോയായിരുന്നു വെള്ളത്തിൽ. ഇത് കണ്ടോണേ, ഈ ടാങ്ക് മുങ്ങിപ്പോയായിരുന്നു. ഇവിടെ ടാങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പോയി നമ്മുടെ ആമ്പലിനെ എടുത്ത് വെക്കുവാണ്. 150 കിലോ ഉള്ള സാധനമാണ്. ഞാൻ ചുമ്മാ ഒറ്റക്കൈക്ക് പൊക്കിക്കൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ പപ്പ ഒരു സിമെൻറ്റ് കട്ട എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 3ാമത്തെ ആമ്പൽ ഇതിനെ 2 കട്ട എടുത്തോ കേട്ടോ. ഇതിനെ നമ്മൾ ഇത് കണ്ടോ ഇതിനകത്തോട്ട് ഇങ്ങ് വെക്കുവാണ്. 3 ആമ്പൽ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചാണ് വെക്കുന്നത്. അതിൻ്റെ ചോട് പൊങ്ങി പോരാതിരിക്കാനായിട്ട് നമ്മളിത് ഇതിനകത്തേക്ക് ജസ്റ്റ് ഒരു സിമെൻറ്റ് കട്ട എടുത്തിട്ട് ഒരെണ്ണം വെച്ചാൽ മതി. സൈഡിൽ ഇങ്ങനെ ചരിച്ച് ഒരു ബലം. ശരിക്കും പറഞ്ഞത് എന്നാ തുടങ്ങിയത് ഞങ്ങൾക്ക് തന്നെ ഐഡിയ ഇല്ല. വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. കാണുമ്പോഴേക്ക് 7 മിനിറ്റ് 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ ഒരാഴ്ചത്തെ ഫുൾ സാധനമായിരിക്കും നമ്മൾ ഒറ്റ വീഡിയോ ആക്കുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ ഇനിയിപ്പം ഓൾമോസ്റ്റ് ഇത്രയും കൂടെ വെള്ളം നടന്നത്. ഇതുണ്ടോ നമ്മൾ 1000 ലിറ്റർ വെച്ച് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി പടുത ഒന്ന് ഇതുണ്ട് ഇവിടെയൊക്കെ ചുളുങ്ങിയിരിക്കുന്നതിനെ ഒന്ന് പ്രോപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മളുണ്ടല്ലോ ഇതാണ് നമ്മുടെ ഫിൽട്ടർ മോട്ടർ. നമ്മൾ ഫിൽട്ടർ മോട്ടറിനെ ഇറക്കി വെള്ളത്തിൽ വെക്കുവാണ് കേട്ടോ. ഏകദേശം നമ്മുടെ വെള്ളത്തിൽ നിന്നൊരു അര അടി പൊക്കി കെട്ടിയിട്ടുണ്ട്. വേണ്ട അങ്ങനെയുണ്ടല്ലോ എത്ര ദിവസമായി നമുക്കൊരു പിടിയില്ല. നമ്മുടെ കുളം നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇനിയും നിറയാനുണ്ട്. ഒരടിയും കൂടെ നിറയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ സൈഡ് കെട്ടാനുള്ള കട്ട ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് വെള്ളം നിറയും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡിലത്തെ പടുത കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് ഇതിൻ്റെ മേളിൽ കട്ട വെച്ച് കെട്ടിയെടുക്കണം. ചേച്ചി പണ്ടത്തെക്കാളും വലിയ വളമായില്ലേ അല്ലേ? വലിപ്പം ഭയങ്കര അല്ലേ വെച്ചാൽ ബാക്കി അറിയാം എല്ലാവർക്കും അറിയാം. നമ്മുടെ കുളത്തിൽ അങ്ങനെ വെള്ളം നിറഞ്ഞ നമ്മുടെ മോസ്റ്റ് പണികളെല്ലാം കഴിഞ്ഞു. ഒരു 70% പണി കഴിഞ്ഞു. ഭയങ്കര വലുതായി. വലിയ വളം. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ഇതിലിപ്പോ എന്തോരം താഴ്ച ഉണ്ടെന്ന് അറിയണം. അപ്പൊ ഇറങ്ങുന്നില്ല. ഞാൻ മുങ്ങിപ്പോകും ഇതിനകത്ത്. ഉറപ്പായിട്ടും ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇവിടെ നിൽക്കാൻ പറ്റുമോ? അവിടെ നിങ്ങൾ പിടിച്ചല്ല. എനിക്ക് നില കാണോ? ഉണ്ടായിരിക്കും. ഉറപ്പാണോ? അപ്പൊ എന്നാ പറഞ്ഞു മോട്ടർ കൊണ്ട് അങ്ങേയറ്റത്ത് ഇതിപ്പോ ഞാൻ നീന്തുവാണ് ശരിക്കും. നല്ല രസമുണ്ട് ഇത് കിടക്കാൻ. ഞാനിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് കയറുന്നുള്ളൂ.